സുഹൃത്തുക്കളെ, നമ്മളെ പുതിയ പാലത്തിന്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ പുതുപുത്തം സംഭവം കണ്ടില്ല നിങ്ങള്? എന്തൊക്കെയാണെന്ന്. ഇതൊക്കെയും ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, പിന്നെ മൊത്തത്തിലുള്ളൊരു ബോട്ട്, പിന്നെ എന്താ പറയാ കയാക്കിങ്, അങ്ങനെ ഒരുപാട് വെള്ളത്തിൽ കളിക്കാനുള്ള സംഭവങ്ങളും, ഇത് ആകാശത്ത് കൂടി ഇത് ലൈന് വലിച്ചിരിക്കുന്നു, മേലെ കൂടി പോകാൻ പറ്റിയ സംഭവങ്ങളും കണ്ടില്ലേ? ഹൈവാ, പേര് റിവർ വേൾഡ് കേട്ടോ. നമ്മളെ പുതിയ ഫറോക്ക് പുതിയ പാലത്തിന്റെ അവിടെ നിന്നാൽ തന്നെ സംഭവം എല്ലാം കാണാൻ പറ്റും. അപ്പൊ അതിന് താഴത്തേക്ക് ഇറങ്ങി ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്കൊക്കെ പരിപാടി അനുഭവിക്കാനും പറ്റും. അപ്പൊ സംഭവം അടിപൊളി കിടിലൻ വൈബാണ് കേട്ടോ. പിന്നെ അതാ കണ്ടില്ലേ, കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഇതാ ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജ് വലിയ ചാർജുകളൊന്നുമില്ല. പിന്നെ നല്ല തണൽ മരങ്ങളുണ്ട്. ഇതാ കുട്ടികൾക്കായിട്ട് ഇതാ വിമാനങ്ങള്, അപ്പുറത്തേക്ക് ഒരുപാട് ഇതുപോലെ കളിപ്പാട്ടങ്ങൾ, പരിപാടികളൊക്കെ കണ്ടമാനുണ്ട്. അപ്പോൾ കണ്ടമാനം കാണാനായിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞ കയാക്കിങ്ങിൻ്റെ പരിപാടി. ബോട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടീമിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹൗസ് ബോട്ട് ഏകദേശം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അത് അവരോട് വന്നാൽ ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ട് അവർ റേറ്റ് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആൾക്കനുസരിച്ചായിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടില്ല, ഇതാണ് നമ്മളെ റിവർ വേൾഡ് പുതിയതായിട്ട് അഡ്വഞ്ചർ പാർക്കാണ്. സാധാരണ പാർക്കല്ല, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരെ ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് അതിനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട്. സംഭവം കിടിലൻ വൈബ് അല്ല. അത് ഒരു ഹൗസ് ബോട്ട് സെറ്റപ്പാണ്. ടീംസ് വരുന്നുണ്ടല്ലേ. ഇത് ശരിക്ക് ഫറോക്കത്തെ ഇവിടത്തതെല്ലാം തോന്നുന്നത്. കാരണം ചാലിയത്തതാണെന്ന് തോന്നുന്നത്. കാരണം അവിടേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ഈ ഒരു പുഴക്ക് കുറുകെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉള്ളത് കൊണ്ട് ആണ് അങ്ങനെ. അപ്പം എന്തായാലും ടീംസ് ഇതവിടെ ബോട്ട് പുതിയതായിട്ടില്ല ബോട്ട് രാവിലെ തന്നെ ഇറക്കാൻ പോകുന്നുണ്ട്. രാവിലെ സമയം കേട്ടോ. അപ്പം എന്തായാലും ഇനി മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സെറ്റപ്പ് ആവും. അപ്പം എന്തായാലും പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുഴ എന്താ പറയുക, അത്രയും വലിയ പുഴ കേട്ടോ. അപ്പോൾ സംഭവം കിടിലോസ്കിയാണ് കേട്ടോ. ആളുകളെ കയറ്റി അവരതാ പോണ് കണ്ടില്ലേ. സ്പീഡ് ബോട്ട് നല്ല കറക്കി തിരിച്ച് മറിച്ച് വരും. ഒന്നല്ല കേട്ടോ, 2-3 സ്പീഡ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹൗസ് ബോട്ടിന് AC ഉണ്ട്. നിങ്ങൾ വീഡിയോ കൂടി കാണുന്നുണ്ടാവും സംഭവം. വാ, അതാ പോണ്. ഇനി അപ്പുറത്തെ ആ പാലം ഉണ്ടല്ലോ ഫറോക്ക്, പഴയ പാലം, ആ ഭാഗത്തേക്കൊക്കെ പോകും. ഇതല്ല, ഈ പോണത് കേബിൾ കാറാണ്. ഈ പുഴന്റെ മേലെ കൂടെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിങ്ങൾ കണ്ടിടാ. അപ്പോൾ ലൈവായിട്ട് കാണണമെങ്കിൽ ഈ പാലത്തുമ്പോൾ ഒന്ന് വണ്ടി എടുത്തിയാൽ കാണാൻ പറ്റും. കണ്ടില്ല, ആളുകൾ ഇങ്ങനെ അതിലൊക്കെ കയറി പോണ്. എങ്ങനെ സംഭവം രസമൊക്കെ ഉണ്ട്. ഈ പാലം നമ്മളെ മന്ത്രി റിയാസ് പെയിന്റ് അടിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാകണ്ടല്ലോ. എന്തായാലും ആ വിവാദത്തൊക്കെ കിടക്കില്ല. പിന്നെ നമ്മൾ പോയ സ്കൈ ഡൈനിങ് കാണാനാട്ടാ. അപ്പൊ എന്തായാലും സ്കൈ ഡൈനിങ് ഞാൻ അനുഭവിക്കണം എന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു ദിവസം പോകണം. അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ടാ സംഭവം കണ്ടോക്കി. സംഭവം കിടിലൻ വൈബ് തന്നെയാണ് മക്കളെ. ഒരു ക്രെയിൻ അതാ നിൽക്കുന്നു മോളോട്ട് പൊന്തിക്കാനായിട്ട്. അതിലങ്ങ് കയറിയിരിക്കുക ഡൈനിങ്ങിൽ. അതിലങ്ങ് കയറിയിരുന്നാൽ നിങ്ങൾക്കുള്ള ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതരുന്നതാണ്. പിന്നെ ഫുഡ് ഉണ്ടാകുന്നതാണ്. നല്ല ഐറ്റം ഫുഡുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫുഡുകൾ ഉണ്ടാകും. അപ്പോൾ കയറാൻ വെറും ഒരാൾക്ക് 600 രൂപ. 600 രൂപ കൊടുത്താൽ മതിട്ടാ. 600 രൂപ കൊടുത്താൽ നിങ്ങൾ കയ്യിൽ കയറി ഉഷാറായിട്ട് അടിപൊളിയാക്കിയിട്ട് നേരെ ഒരു വൈകുന്നേര സമയത്തൊക്കെ വീട്ടിൽ പോകാൻ പറ്റും. രാത്രിയിലും അടിപൊളിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഹൈറ്റിലിരുന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ സംഭവം ഈ ഒരു സംഭവം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് അനുഭവിച്ചോളിട്ടോ. ഞാൻ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കണം. നമുക്കതിനുള്ള സമയമില്ലായിരുന്നു. ഒരു ദിവസം നല്ലത് നോക്കി വന്ന് ഇരുന്ന് അനുഭവിക്കണം. പിന്നെ വെച്ചാൽ അത്യാവശ്യം ഉണ്ട്. 600 രൂപ അല്ല. നമ്മളിപ്പോൾ ഇത് പ്രൊമോഷനായിട്ടുള്ള വീഡിയോസ് ഒന്നല്ല ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നമ്മൾ ഇഷ്ടപ്പെട്ട ലെവലിൽ ചെയ്യും. പ്രൊമോഷൻ നമ്മൾ പ്രൊമോഷനുള്ള ലെവലിൽ ചെയ്യും. തുറന്ന് പറയാണല്ലോ, അത് അങ്ങനെയാണ്.